കുറച്ച് എല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊരാഗ്രഹം ഏഷ്യാഡ് ഉണ്ടാക്കിയാലോ എന്ന്. നമ്മുടെ എല്ലും കപ്പയും തന്നെയെന്നേ. ഇതിന്റെ മാമോദിസ പേരാണ് ഏഷ്യാഡ്. ഇത് ഇടുക്കിക്കാരുടെ ഒരു പ്രധാന ഫുഡാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലും പല കടകളിലൊക്കെ ഇത് കിട്ടാറുണ്ട് കേട്ടോ. ഞാനിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഈ എല്ല് കൊണ്ടൊന്ന് വീട്ടിൽ വെച്ചപ്പോൾ തന്നെ ഞാൻ കപ്പയ്ക്ക് ഓർഡർ കൊടുത്തു. വൈകുന്നേരം ആയപ്പോൾ കപ്പയും എത്തി. എന്നാൽ പിന്നെ രാത്രിത്തെ ഫുഡ് ഇത് തന്നെ ആകാമെന്ന് അങ്ങോട്ട് കരുതി. ഒതന്റിക്കായ റെസിപ്പിയൊന്നും അല്ല. സാധാരണ വീട്ടിലെ ബീഫ് വെക്കുന്ന പോലെ തന്നെ സവാള അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ടു. മുളക് പൊടി ഒഴിച്ചുള്ള എല്ലാ പൊടികളും കുറച്ചധികം തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിലങ്ങ് അടുപ്പത്തേക്ക് വെച്ചു. ആ സമയത്ത് ഞാൻ കുറച്ച് കപ്പ എടുത്ത് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 വിസിലായപ്പോഴത്തേക്കും ഏകദേശം 3/4 വേവായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയും കൂടെ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് ഒരു 3 വിസിലും കൂടെ വീണ്ടും അടിച്ചു. സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് കുക്കർ തുറന്നെടുക്കണം. അപ്പോഴത്തേക്കും എൻ്റെ അമ്മേ, നല്ല വെണ്ണ പോലെ വെന്ത കപ്പയുടെയും എല്ലിൻ്റെയും ആ മണം. കപ്പ ബിരിയാണിയുടെ തന്നെ വേറൊരു വേർഷനാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കപ്പ ബിരിയാണിയിൽ ചേർക്കുന്ന പല ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല എന്ന് മാത്രം. കാത്തിരുന്ന സാധനം റെഡിയായതിൻ്റെ സന്തോഷത്തിൽ ആരെ നോക്കാനുള്ള ക്ഷമ എനിക്ക് കിട്ടിയില്ല കേട്ടോ. കിട്ടിയതെല്ലാം ഞാൻ വാരി വലിച്ച് തിന്നുന്നുണ്ട്. എല്ലാവരും തന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരായിരിക്കും. പക്ഷേ ഇനി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.